വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. കോൺഗ്രസ് നേതൃത്വത്തെ വാർത്തെടുക്കേണ്ടതുണ്ട് എന്ന പൊതുവായ ആവശ്യം എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുകയാണ്. മല്ലികാർജ്ജുൻ ഖാർഗെയെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ജനപ്രിയനൊന്നുമല്ല. അദ്ദേഹം ഗാന്ധി കുടുംബവുമായി രമ്യതയിൽ പോകുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു എന്നതൊഴിച്ചാൽ ശശി തരൂരിന്റെ അത്ര പോലും ജനപ്രിയനല്ല. ശശി തരൂർ ഖാർഗെക്കെതിരെ മത്സരിക്കുമ്പോൾ പലരും ശശി തരൂരിനെ ഒതുക്കാൻ വേണ്ടി പരമാവധി കളിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ ഖാർഗെയ്ക്ക് കൂടുതൽ പിന്തുണ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. പല രീതിയിലും കോൺഗ്രസ് നേതൃത്വം കരുതിക്കൂട്ടി തന്നെയാണ് ആ പ്ലാനുമായി മുന്നോട്ട് പോയതും തരൂരിനെ പരാജയപ്പെടുത്തി ഖാർഗെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയതും. എന്നാൽ ഖാർഗെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ഈ അധ്യക്ഷ സ്ഥാനം കോൺഗ്രസിന് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്രദമാകുന്നുണ്ടോ എന്നുള്ളതാണ്. കോൺഗ്രസിന് ഉപയോഗപ്രദമല്ലെങ്കിൽ തീർച്ചയായും അത് മാറ്റപ്പെടേണ്ടത് തന്നെയാണ്. ശശി തരൂരിനെ പോലുള്ള വ്യക്തികൾ അദ്ദേഹം കേരളത്തിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിർണായക ഏട് തന്നെയാണ്. UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട് അണ്ടർ സെക്രട്ടറിയായി ചുമതല വഹിച്ച ഒരു വ്യക്തി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്ത് കോൺഗ്രസ് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചാൽ BJPയോട് കിടപിടിക്കാമെന്ന് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്തുകൊണ്ട് ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നില്ല? അതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പല കോൺഗ്രസിന്റെ നേതാക്കളുമുണ്ട്. അവർ പറയുന്നത് അദ്ദേഹം വന്നിട്ട് അധിക നാളായില്ലല്ലോ, അദ്ദേഹം 2009 ശേഷമല്ലേ കോൺഗ്രസിൽ MP ആയുള്ളൂ, അതിനു മുമ്പൊക്കെ കോൺഗ്രസിൽ ആക്റ്റീവായി പ്രവർത്തിച്ച പല നേതാക്കളുമുണ്ടല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. യാഥാർത്ഥ്യം എന്തെന്നാൽ അദ്ദേഹത്തിനുള്ള ജനസമിതി മറ്റേത് നേതാവിനാണ് അഖിലേന്ത്യാ തലത്തിലുള്ളത്? അദ്ദേഹത്തിൻ്റെ ഭാഷാ പ്രാവീണ്യവും അദ്ദേഹത്തിനുള്ള ഏകോപന നടപടികളും അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം കോൺഗ്രസിനെ വാർത്തെടുക്കാൻ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുകയാണ്. മറ്റുള്ള കക്ഷികളുമായി രമ്യതയിലേക്ക് എത്തിച്ചേരാനും സൗഹൃദം സ്ഥാപിക്കാനും ശശി തരൂരിനെ പോലുള്ള മികച്ച ഒരു നേതാവ് ഇപ്പോഴില്ല എന്ന് മനസ്സിലാക്കിയിട്ടെങ്കിലും കാര്യങ്ങൾ ഗൗനിക്കണം. NCP നേതാവായ ശരത് പവാറും അഖിലേഷ് യാദവും അടക്കം പല ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരും ശശി തരൂർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അത് കോൺഗ്രസിനേറെ ഗുണം ചെയ്യുമെന്ന അഭിപ്രായമാണ് പറയുന്നത്. അപ്പോഴും ചില കടൽക്കിഴവന്മാർ പറയും, ഞങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ പുറത്തു നിന്നുള്ളവരുടെ അനുമാനങ്ങളൊന്നും തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നതല്ല. അത് താൽക്കാലികമായി അവരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി, അവരെയൊക്കെ എല്ലാ രീതിയിലും തീറ്റിപ്പോറ്റാൻ വേണ്ടിയുള്ള ഗിമിക്കുകൾ മാത്രമാണ്. വാസ്തവത്തിൽ തരൂരിനെ പോലെയോ സച്ചിൻ പൈലറ്റിനെ പോലെയോ ഒരു മികച്ച വ്യക്തി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ അതിൻ്റെ മാറ്റൊലി കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ വേറിട്ട സ്വരമായി തരൂരിനെ പോലുള്ളവർ വന്നാൽ അഭികാമ്യമാകും എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം.